കാനഡയിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കുവാൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാട്ടുതീ മൂലം ഉയരുന്ന പുക അമേരിക്കൻ വ്യോമമേഖലയെ മലിനമാക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ കാനഡയ്ക്ക് മേൽ കൂടുതൽ നികുതി ചുമത്തുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. കാനഡയിലെ ഒന്റാറിയോ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആളിപ്പടരുന്ന കനത്ത കാട്ടുതീയിൽ നിന്നുള്ള പുക അമേരിക്കയുടെ കിഴക്കൻ മധ്യ മേഖലകളിലെ വായു ഗുണനിലവാരം ഗുരുതരമായി തകർത്ത പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിനിടെ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് വിഷയം ഉന്നയിച്ചത്. കാട്ടുതീ മൂലം അമേരിക്കയ്ക്കുണ്ടാകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടത്തിന് പരിഹാരം നൽകണമെന്നും ഇല്ലെങ്കിൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്നുമാണ് യുഎസ് നിലപാട്. എന്നാൽ കാട്ടുതീ പ്രതിരോധത്തിനായി രാജ്യത്തുടനീളം 5000-ലധികം അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് കാനഡ വ്യക്തമാക്കി. പ്രകൃതിദത്തമായ കാലാവസ്ഥ വ്യതിയാനം ഏവരുടെയും സംയുക്ത ഉത്തരവാദിത്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കനേഡിയൻ ഭരണകൂടം പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം സംയുക്ത സഹകരണമാണ് ആവശ്യമെന്നും മറുപടി നൽകി. വിഷയം വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങളിലേക്ക് വഴിമാറിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.